എൻ്റെ പേര് രേഷ്മ. എനിക്കിപ്പം ഏകദേശം 29 വയസ്സുണ്ട്. കാണാനാണെങ്കിൽ അല്പം വെളുത്തും മെലിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു ഞാൻ. എപ്പോഴും എനിക്ക് ഉടുക്കാൻ ഇഷ്ടം സാരിയും പിന്നെ ചുരിദാറൊപ്പുള്ള ഗൗണ് കാര്യങ്ങള് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞാൽ ഷിബു. ആള് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഇനി എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലായിരുന്നു. എൻ്റെ 18ാമത്തെ വയസ്സിലായിരുന്നു നേഴ്സിംഗ് പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് എനിക്ക് കുറച്ച് തലതെറിച്ച ഫ്രണ്ട്സിനെ കിട്ടി. അതിലാണെങ്കിൽ ആമ്പിള്ളാരും പിന്നെ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു ഗ്യാങ്ങായിട്ട് അടിച്ചു പൊളിച്ച് ജീവിതം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠനത്തിന്റെ അവസാന വർഷങ്ങളിലോട്ട് കടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്ലാനിങ് ചെയ്തു. എല്ലാവരും ചേർന്നുള്ള ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി. അതാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തും എല്ലാം നൈറ്റിലായിരുന്നു. അങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോഴായിരുന്നു എൻ്റെ പേരൻസ് കയറി വരുന്നത്. ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ പേരൻസിന് എന്തൊക്കെയോ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നി. അതിനുശേഷം എൻ്റെ അടുത്ത് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാനും അതും ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും എന്നെ നിർബന്ധിച്ചു. ശേഷം എന്നെ ഒരാളെ കൊണ്ട് കെട്ടിച്ചു. അതായിരുന്നു ഷിബു, ബാങ്ക് ഉദ്യോഗസ്ഥനായ എൻ്റെ ഭർത്താവ്. ഇപ്പോൾ ഞാനൊരു വലിയ വീട്ടിലെ ഒരംഗമാണ്. ഇപ്പോൾ ഷിബുവിൻ്റെ ഭാര്യയും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷത്തോളം ആകുന്നു. കുട്ടികളൊന്നും ആയിട്ടില്ല. പലപ്പോഴും അവരിങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് കുത്തിയും മാന്തിയും അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോവാറില്ല. ഭർത്താവ് ഷിബുവിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവായ ഷിബുവിന്റെ അനിയനും അനിയന്റെ ഫ്രണ്ടും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഭർത്താവിന്റെ അനിയന്റെ പേരായിരുന്നു ഷിജു. ഷിജുവിന്റെ ഏക ഒരു ഫ്രണ്ടായിരുന്നു ആൽവിൻ. അവനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വീട്ടിലിങ്ങനെ വരും. അങ്ങനെ ഞാനുമായിട്ട് അങ്ങനെ കമ്പനിയും കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ ഒരു ആള് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ണുന്ന സമയത്തായിരുന്നു ഞാനും ഭർത്താവായ ഷിബുവും പിന്നെ ഷിജുവും അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ മീനൂട്ടിയുണ്ട്. മീനൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കസിൻ സിസ്റ്റർ ആയിരുന്നു. ഞാൻ എല്ലാവർക്കും ചോറും കാര്യങ്ങളൊക്കെ വിളമ്പിയ ശേഷം ഞാൻ ആ ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നു. അവിടെ തൊട്ടടുത്തായിട്ടിരുന്നത് മീനൂട്ടിയായിരുന്നു. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഷിജു, അതിനിപ്പുറത്തായിട്ട് ആ ഒരു ആൽവിൻ, അതായത് ഷിജുവിന്റെ ഫ്രണ്ടായിട്ടുള്ള ആൽവിൻ. ഹസ്ബൻഡും പിന്നെ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും തൊട്ടടുത്തായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ മുത്തശ്ശി ഒന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. മോളെ, ആ അവിയലെല്ലാം എടുത്തൊന്ന് കഴിച്ചേ എന്ന് മുത്തശ്ശി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിന് കഴിച്ചോളാം മുത്തശ്ശി. അത് പറഞ്ഞു കേട്ട സമയത്ത് തന്നെ അമ്മായിമ്മ ഉടനെ തുടങ്ങി, പെണ്ണാണെങ്കിൽ ഒന്നും കഴിക്കത്തില്ല, ഇവിടെ വന്നിട്ടാണെങ്കിൽ കോലം കെട്ടുപോയി എന്നൊക്കെയാണ് അമ്മായിമ്മ പറയുന്നത്. ആ ഒരു സംസാരം ഇങ്ങനെ പറയാൻ തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും കൂട്ടച്ചിരിയോടെ ചിരിച്ചു. പെട്ടെന്ന് ഞാനും ചിരിച്ചു. ആ ഒരു സമയത്ത് ഞാൻ എടുത്തത് ഒരു മഞ്ഞ കളർ സാരിയായിരുന്നു. അത്യാവശ്യം വെളുത്തതായത് കൊണ്ട് തന്നെ മഞ്ഞ കളർ സാരി എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ ആ ഒരു സൈഡിലായിട്ടിരുന്ന് കഴിക്കാനായിട്ട് ആരംഭിച്ചു. പെട്ടെന്ന് ആരോ ഒരാൾ എൻ്റെ കാലിൽ തട്ടുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് മീൻകുട്ടിയാണ്, ചിലപ്പം അവളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ഞാനും കഴിച്ചു കഴിഞ്ഞ് നേരെ പാത്രം എല്ലാമായിട്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ ഷിജുവിന്റെ പാത്രം എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ എടുത്തോളാം, ചേച്ചി എടുക്കണ്ട എന്നവൻ പറയുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ചു. അത് കുഴപ്പമില്ലടാ, ഞാൻ എടുത്ത് കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ട് ആ ഒരു പാത്രം കാര്യങ്ങളും ഞാൻ വാങ്ങിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ആൽബിന്റെ പാത്രമായിരുന്നു, ഷിജിന്റെ ഫ്രണ്ടിന്റെ പാത്രം. അതും ഞാൻ വാങ്ങിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. എല്ലാ പാത്രവും ഒരുമിച്ച് കഴിയുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മീനൂട്ടിയും വന്ന് സഹായിച്ചപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടി. പിന്നുള്ളത് മുത്തശ്ശിയും മുത്തശ്ശനുമാണ്. അവരെ കൊണ്ട് വലിയ ശല്യവും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ പോയി കിഴക്ക് വശത്തിരിക്കും. അവരാണെന്നുണ്ടെങ്കിൽ പാട്ടും കച്ചേരിയും അങ്ങനെയുള്ള കൂത്തൊക്കെയാണ്. പിന്നെ അമ്മയച്ഛനും അവരെ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അമ്മായിമ്മയുണ്ട്. ചില സമയത്ത് അമ്മായിമ്മ പോരും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ. ഞാൻ പാത്രങ്ങളെല്ലാം കഴിവെച്ച് നേരെ മുറിയിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഷിബുചേട്ടൻ നേരെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ജോലിയും കാര്യങ്ങളൊക്കെ കുറെ പെൻഡിങ് ഉണ്ട്. ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. ഞാൻ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് ശരിയാക്കി കൊടുത്തു. അങ്ങനെ കൃത്യം 5:30 ആയ സമയത്താണെന്നുണ്ടെങ്കിൽ ഷിബുചേട്ടൻ നേരെ വണ്ടി വിട്ടു.
പിന്നെ ഉണ്ടായിരുന്നത് ഷിജുവാണ്. ഷിജുവും ആൽവിനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മീനൂട്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായും മുത്തശ്ശിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ആ സമയത്താണെങ്കിൽ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. ഷിബുചേട്ടൻ പോയ സമയത്ത് തന്നെ ആ ഒരു തുണിയും കാര്യങ്ങളെല്ലാം അലങ്കോലമായിട്ട് തന്നെ കിടക്കുകയായിരുന്നല്ലോ. അതെല്ലാം മടക്കി പറക്കി ഞാനൊന്ന് സെറ്റാക്കി വെക്കായിരുന്നു. പെട്ടെന്ന് ആരോ എൻ്റെ റൂമിൻ്റെ ആ ഒരു സൈഡിൽ നിൽക്കുന്നതാണൊക്കെ എനിക്ക് തോന്നി. ഞാൻ ആ ടൈമിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആൽവിനായിരുന്നു. ആ എന്തു പറ്റി, ഇങ്ങോട്ട് വന്നേ എന്ന് ഞാൻ ചോദിച്ചു. ആ ടൈമിലാണെങ്കിൽ ആൽവിൻ അവിടേക്ക് വന്നു കയറി. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ വന്നു കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ചേച്ചിക്ക് വെറുതെ ബുദ്ധിമുട്ടാക്കണമെന്ന് വെച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. ഓ അങ്ങനെയൊന്നുമില്ലടാ, നിനക്ക് എപ്പോഴാണെങ്കിലും ഇങ്ങോട്ടൊക്കെ വരാം, നീയും പിന്നെ ഷിജുവിൻ്റെ കണക്ക് തന്നെയല്ലേ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷിജു ആണെങ്കിൽ പുറത്തായിരുന്നു. എവിടെ പോയി ഷിജു എന്ന് ഞാൻ അവനോട് ചോദിച്ചു. ആ സമയത്ത് അവൻ തന്നെ പറഞ്ഞു അവൻ പുറത്തോട്ട് അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയുടെയും തള്ളു കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് വന്നത്. ആ അത് കുഴപ്പമില്ല, നീ ഇരുന്നോ, എനിക്കെന്താ എന്നൊക്കെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. ചേച്ചിയെ ഞാൻ ഈ തുണി മടക്കാനെല്ലാം ഒന്ന് സഹായിച്ചേട്ടെ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലടാ, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ജോലികളും കാര്യങ്ങളല്ലേ ഉള്ളൂ, അല്ല എങ്കിലും ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവനോട് ചോദിച്ചു, എന്താ എന്നോട് സ്നേഹവും കാര്യങ്ങളൊക്കെ, എന്തോ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നല്ലോ എന്ന് ഞാൻ അവനോട് ചോദിക്കുന്ന സമയത്ത്, ഒന്നുമില്ല ചേച്ചി, ഞാൻ ചുമ്മാ വന്നല്ലേ, ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് അവൻ തന്നെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷിജുവിനെ ഓർമ്മ വന്നു. അവനാണെങ്കിലും ഇങ്ങനെ ചില സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാൻ അവൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും എൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. അതേപോലെ തന്നെ എനിക്കും തോന്നിപ്പോയി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും, അതായത് തുണിയും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് മടക്കി വെച്ചു. ആ സമയത്ത് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്വല്പം ഒരു കവറിനകത്ത് കെട്ടി മാറ്റി വെച്ചിരുന്നു. അതും അവൻ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതൊന്നും നീ ടച്ച് ചെയ്യണ്ട, അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അതവിടെ നിന്നോട്ടെ എന്ന് ഞാൻ അവനോട് തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ ചിരിച്ചുകൊണ്ട് ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് എൻ്റെ അടുത്ത് നേരെ ചോദിച്ചു, ചേച്ചി ബാംഗ്ലൂരിലായിരുന്നല്ലേ, ഷിജു എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ കുറച്ചു കാലം ബാംഗ്ലൂരിലൊക്കെ ആയിരുന്നു, പിന്നെ നേഴ്സിങ്ങിനായിരുന്നു അവിടെ. നേഴ്സിങ് ചേട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് ഇവിടെ ചേട്ടനായിട്ടുള്ള കല്യാണം കാര്യങ്ങളൊക്കെ ഫിക്സായി, പിന്നെ അതൊന്നും നടന്നില്ല. പിന്നെന്താ അത് കംപ്ലീറ്റ് ചെയ്യാതെ, ഇപ്പോഴും എല്ലാവരും ഒക്കെ എഴുതിയെടുക്കുന്നുണ്ടല്ലോ, ചേച്ചിക്ക് അത് കംപ്ലീറ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് വേറെ ഒന്നുമല്ല, ഇവിടുന്ന് അങ്ങനെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും വിടില്ല, ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ആണോ, ഞാനാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നതാണ് എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത്, എന്താണെങ്കിലും നീ ചോദിച്ചോ. അല്ല അത് വേറെ ഒന്നുമല്ല, എനിക്കാണെങ്കിൽ ബാംഗ്ലൂർ പഠിക്കാനും പിന്നെ ജോലിക്കൊക്കെ ആവശ്യത്തിന് പോകണമെന്നുണ്ട്, അവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം പോകാനൊക്കെ ആയിട്ട്. അപ്പം ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ പോകാം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലൈഫും കാര്യങ്ങളൊക്കെയാണ്, അവിടെ അടിച്ചു പൊളിക്കേണ്ടവർക്ക് അടിച്ചു പൊളിക്കാം, പഠിച്ച് പിന്നെ ജോലിയൊക്കെ വാങ്ങിച്ച് അവിടെ സെറ്റിലായി ജീവിക്കേണ്ടവർക്ക് സെറ്റിലായി ജീവിക്കാം, എന്താണെങ്കിലും അങ്ങനെ പോകാം. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടന്നാൽ മതി, പിന്നെ ആ ജോലിയും കാര്യങ്ങളൊക്കെ വേണം, അടിച്ചു പൊളിയും, അങ്ങനെ ഈ ഒരു ലൈഫിലൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചേച്ചി എന്നെ ഒന്ന് പറ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനൊന്നും മിണ്ടാതെങ്കിലും നിന്നു ചിരിച്ചുകൊണ്ട്. ആ സമയത്ത് അവൻ വീണ്ടും എന്നെ നിർബന്ധിച്ചു. ഞാൻ അവന് ഒരു അഡ്വൈസ് കൊടുക്കണം അത്രേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും പറയാനില്ല, പിന്നെ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, പിന്നെ പോകുന്നതും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, പിന്നെ വേറെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക, നല്ല രീതിയിൽ ഒരു നല്ല സ്വഭാവമായിട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ബാംഗ്ലൂരിൽ എങ്ങനെയായിരുന്നു, അടിച്ചു പൊളിച്ചൊക്കെ നിന്നെയായിരുന്നല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനൊരു ഞെട്ടലോടെ ഒന്ന് നോക്കി. നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്ന സമയത്ത്, ചേച്ചി അത്യാവശ്യം നല്ല ലുക്സാണ്, പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പ്രൊഫഷണലായിട്ടും സ്മാർട്ടായിട്ടും ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അപ്പം ചേച്ചിയെ പോലുള്ള ആള് അങ്ങനെ എൻജോയ് ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ലൈഫൊക്കെ അടിപൊളിയായിരുന്നു ബാംഗ്ലൂരിലെ ആ ഒരു
വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ സെറ്റിലായിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല എന്ന് തന്നെ ഞാൻ അവനോട് ഓപ്പണായിട്ട് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനെല്ലാം ഒരു കേൾവിക്കാരൻ എന്ന രീതിയിൽ എല്ലാം കേട്ടിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയ സമയത്ത് തന്നെ പുറത്താരോ വന്നതൊക്കെ തോന്നി. അവനാണെങ്കിൽ ജനലിൽ കൂടെ ഒന്ന് എത്തി നോക്കി. ചേച്ചി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാട്ടോ, ഷിജി വന്നിട്ടുണ്ട്, ഞാൻ വൈകുന്നേരം ആകുമ്പം വരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. വൈകുന്നേരം നീ ഇവിടെയാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ച സമയത്ത് തന്നെ അവൻ പറഞ്ഞു, അമ്മായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട്. ഇപ്പോൾ അവനൊരു കമ്പനിയും കാര്യങ്ങളും കൊടുക്കണമല്ലോ, പിന്നെ അവനാണെങ്കിൽ സപ്ലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽവിൻ ഷിജുവിനെക്കാട്ടിലും അത്യാവശ്യം പഠിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഷിജുവിനാണെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡിക്കും കാര്യങ്ങളൊക്കെ ആൽവിനാണ് ഇവിടെ വരാറ്. അത് നേരത്തെ തൊട്ടുള്ള ഒരു സ്വഭാവമാണ്. ഇന്നവൻ രാത്രി ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാത്രിയായ സമയത്താണെങ്കിൽ അത്താഴ സമയത്ത് ഞാനും അമ്മായിയും അമ്മായിച്ചനും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആൽബിനും ഷിജുവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ വിളമ്പി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു സദസ്സിനെന്ന പോലെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിച്ച് അവരവരുടെ വഴിക്ക് പോയി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഷിജുവും ആൽബിനും ഒരുമിച്ചാണ് കിടക്കാറ്. അവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് റൂം. ഷിബു ചേട്ടൻ ഇന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കിടക്കാറ്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയതിനു ശേഷം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയായിരുന്നു. അമ്മായി അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു പണിയും കാര്യങ്ങളും ചെയ്തിട്ടില്ല. നേരെ പോയി ഒറ്റ ഉറക്കം. ഞാൻ പിന്നെ എൻ്റെ കടമയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം, അതുകൊണ്ട് തന്നെ ഓരോന്നും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു അനക്കം കേട്ടിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അത് ആൽവിനായിരുന്നു. ഞാൻ ആ ഒരു അടുക്കളയിൽ നിന്ന് പാത്രം കഴിയുന്ന സമയത്ത് അവൻ അടുക്കളയിലെ ആ ഒരു വശത്തിങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു. ചേച്ചി എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നോ എന്ന് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം ഏകദേശം കഴിഞ്ഞു, ഞാൻ ഈ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് പറക്കി വെച്ചിട്ടുണ്ട്, ഇനി ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചി ഏതായാലും ഞാൻ കഴുകിത്തരാം, എവിടെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് ജോലിയാണെന്ന് എനിക്ക് ഉച്ചയ്ക്ക് കണ്ട സമയത്തേ മനസ്സിലായി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണമെന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഇവിടെയുള്ളവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയണമെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാഞ്ഞത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ അമ്മപ്പം എല്ലാവരും കിടന്നുറങ്ങില്ലേ, അമ്മായിയും അമ്മായിച്ചനും എല്ലാം, അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാലോ ചേച്ചി എന്തെങ്കിലും എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ്റെ ആ മുഖഭാവവും ആ ഒരു നിഷ്കളങ്കമായ മുഖവും എല്ലാം കണ്ട സമയത്ത് എനിക്കും ഒരു ദയനീയത തോന്നി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവൻ ഓരോ പാത്രം എടുത്ത് കഴുകാൻ തുടങ്ങി. കഴുകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാതെ തന്നെ അതിനകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തെറിച്ച് അത് എൻ്റെയും അവൻ്റെ ദേഹത്തേക്ക് വീണു. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൂട്ടച്ചെരിയായി. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഏതായാലും ഇനി അവിടെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വേണം കിടക്കാൻ എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഷിബുചേട്ടനും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാനും ഷിബുചേട്ടനും എങ്ങനെയുണ്ട് ലൈഫൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവന് നല്ല തിടുക്കമായിരുന്നു. എന്തോ എല്ലാം കേട്ടിരിക്കുന്ന പോലെ ഞാനും അവൻ്റെ ചോദ്യങ്ങളും പിന്നെ അവൻ്റെ ആ ഒരു മറുപടികളും എല്ലാം ഇങ്ങനെ കേട്ടിരുന്നു. ആ സമയം നല്ലൊരു വൈബ് പോലെ എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, അതും അടുക്കളയിൽ, അപ്പം അവിടെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാനോ മിണ്ടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രത്യേക വൈബായിരിക്കും. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോയി. ഇനി ഒന്ന് കുളിക്കുകയെന്ന് വേണം, അതിന് ശേഷം വേണം ഒന്ന് കിടക്കാൻ. അതായിരുന്നു അടുത്ത ഒരു കടമ്പയെന്ന് പറയുന്നത്. ഞാൻ ടവലും കാര്യങ്ങളൊക്കെ എടുത്ത് കുളിമുറിയിലേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മുറി ഞാൻ ആ ഒരു ലോക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു ടൈമിലാണെങ്കിൽ ഞാൻ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വാതിലാരോ ഇങ്ങനെ മുട്ടുന്നതൊക്കെ എനിക്ക് തോന്നി. ആ മുട്ടൽ കേട്ട സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നേരെ ആളുടെ അടുത്ത് പറഞ്ഞു ആരാ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ റൂം തുറന്നു. ആ സമയത്താണെങ്കിൽ അത് ആൽവിനായിരുന്നു. എന്താടാ നീ ഉറങ്ങിയില്ലേ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. ആ സമയം അവൻ തന്നെ പറഞ്ഞു അത് ചേച്ചിയെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് എന്ന് അവൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി നിനക്ക്, എന്ത് കാര്യം നിനക്ക് അറിയണ്ടേ എന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ അകത്തോടൊന്ന് കയറിക്കോട്ടെ എന്ന് അവൻ ചോദിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ തല പോലും നന്നായിട്ട് ഞാൻ തോർത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു തലയിൽ നിന്നും വെള്ളവും കാര്യങ്ങളൊക്കെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തലയിൽ ഞാൻ തോർത്തിക്കോട്ടെ, ഞാൻ നിൽക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തല നന്നായിട്ടൊന്ന് തോർത്തി. വാ ഇരിക്കുക
എന്ന് പറയുന്ന സമയത്ത് അവൻ ആ ഡോറും കാര്യങ്ങളും ഒന്ന് അടച്ചു. ശേഷമാണെന്നുണ്ടെങ്കിൽ അവൻ ആ കട്ടിലിൽ വന്നിരുന്നു. എന്ത് കാര്യം അറിയേണ്ടത് എന്ന് പറയുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, ചേച്ചി ഞാൻ ഏതായാലും ബാംഗ്ലൂർ പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഏകദേശം അടുത്ത ആഴ്ചയായിരിക്കും ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ചേച്ചിക്കും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചേച്ചി വന്നിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നാൽ മതി എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതിനൊന്നും ഞാൻ വരേണ്ട ആവശ്യമില്ലടാ, നീ അങ്ങ് പോയാൽ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എന്തെങ്കിലും ഫ്രണ്ട്സിനെ ഒന്ന് റെഡിയാക്കി തരാം, അതുപോലെ നിനക്ക് എന്ന് ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അത് ചേച്ചിയുടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ധൈര്യമായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, ഏതായാലും ഈ ഒരു സമയത്ത് നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായില്ലേ. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, എനിക്ക് ചേച്ചിയെടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കണമെന്നുണ്ട്. അവിടെയാണെങ്കിൽ പോയിട്ടാണെങ്കിൽ അവൻ്റെ കുറുക്കം വിളിയും കേട്ട് ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തൊക്കെയൊക്കെ വേണ്ടി പറഞ്ഞിരുന്നിട്ട് അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങും എന്ന് അവൻ പറഞ്ഞു. ആ ടൈമിലാണെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഏതായാലും ശരി, നീ ഇരിക്കുക, ഉച്ചയ്ക്കൊക്കെ നല്ല ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞാനിപ്പോൾ തന്നെ പൊക്കോളാം ചേച്ചി, ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഞാൻ ആക്കില്ല. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഞാനും അവനും കൂടെ അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ അവനായിട്ട് ചോദിച്ചു, ചേച്ചിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചേച്ചിക്ക് പ്രേമൊന്നും ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നിച്ചക്ക നിനക്ക് എന്തൊക്കെയാണ് അറിയണ്ടേ എന്ന് ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവനും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രേമോ കാര്യങ്ങളോ ആ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാണെങ്കിൽ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പുറത്ത് പോകാനും അങ്ങനെയൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് പേരൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് എന്നെ നേരത്തെ പഠിച്ച് കിട്ടിച്ചത്. അത് കേട്ട സമയത്ത് അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ, നീ വേറെ ആരുടെ ചെന്ന് പറയില്ലേ ഷിജുവിൻ്റെ അടുത്തും. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഞാൻ പറയില്ല, പക്ഷേ പറയാതിരിക്കാൻ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കാര്യങ്ങളാണ്? അത് എനിക്ക് അവിടെയുള്ള കാര്യങ്ങളും റൂമും കാര്യങ്ങൾ അതൊക്കെ ചേച്ചി എന്നെ റെഡിയാക്കി തരണം. പിന്നെ ബാംഗ്ലൂരിലെ ലൈഫിനെ കാര്യങ്ങളൊക്കെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണം. പിന്നെ ചേച്ചി അടിച്ചു പൊളിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പറയണം, അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇനി വല്ല പൈസയും കാര്യങ്ങളും ചോദിക്കാനായിരിക്കും എന്നെങ്കിൽ ഞാൻ വിചാരിക്കുമ്പോൾ അവനതൊന്നുമല്ല വേണ്ടത് എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ചേച്ചി, ഈ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമോ? ഈ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അവനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു മുഖഭാവത്തോടെ ഒന്ന് നോക്കി. ചേട്ടൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതും വേണ്ടട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നല്ല ഗ്രാമീണമായിട്ടുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി, അതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോൾ ഷിബുച്ചേട്ടൻ കല്യാണം കഴിച്ചതോ? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഷിബുച്ചേട്ടനെ പറ്റി നിനക്കാണെന്നുണ്ടെങ്കിൽ അത് പറ്റണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, ഈ രാത്രി നന്നായിട്ട് നല്ല രസമുണ്ടല്ലേ, എല്ലാവരും കിടന്നുറങ്ങുന്നു, പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു, നല്ല തണുത്ത കാറ്റും പിന്നെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ എന്നവൻ ചോദിക്കുമ്പം അതെ, അതാണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് ഒരു ഭംഗിയുണ്ടല്ലോ. പിന്നെ ഈ നാടൻ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ പെൺകുട്ടികളാണെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തോ അത് വലിയ തെറ്റാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നിന്നോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ആരോടും പോയി പറയാനൊന്നും നിൽക്കണ്ട എന്ന് അവനോട് ഞാൻ പറഞ്ഞു. ചേച്ചി പുറത്തോട്ടൊക്കെ ഇറങ്ങണം ചേച്ചി, രാത്രിയിലെല്ലാം പെമ്പിളാർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവൻ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നു. ആ ടൈമിലാണെങ്കിൽ ഷിബുച്ചേട്ടനും ഷിജുവും അങ്ങനെ ആരും ചെയ്യാത്തൊരു സപ്പോർട്ടാണ് അവൻ ചെയ്തു തന്നത്. ഞാനെല്ലാം കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളു. പിന്നെ ചേച്ചി എപ്പോഴും ഈ ഒരു സാരി മാത്രം യൂസ് ചെയ്യണ്ട, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം. ഇത് അങ്ങനെ ഒരു കുഗ്രാമമായിട്ടൊന്നും വിചാരിക്കണ്ട, ചേച്ചിക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാനുണ്ടല്ലോ എന്നൊക്കെ അവനെൻ്റെ അടുത്ത് തള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നീ പോയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പെരുമാറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഞാൻ ചേച്ചി അങ്ങോട്ട് പോകട്ടെ
ചേച്ചിക്കാണെങ്കിൽ ഇനി കിടന്ന് ഉറങ്ങാനുള്ളതല്ലേ, ഞാനായിട്ട് ഇനി ബുദ്ധിമുട്ടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു കഥയുമായിട്ട് പിന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഹാപ്പി സൺഡേ.